ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം പാസ്റ്റിൽ நான் நான் നടന്നതിനെ சொல்றது கேளு. ആലോചിച്ച് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയും. என்னத்தா இன்னைக்கு என்னமோ அப்ப யோசிச்சுட்டு இருக்க போலயே. ഒന്നുമില്ല. அந்த அந்த மொகர கட்டைய பார்த்தா தான் தெரியுதே. ஏதோ ஒண்ணு ஓடிட்டு இருக்கு. என்னான்னு சொல்லு? கேட்போம். அது எதுக்குடி எதையாச்சும் யோசிச்சுக்கிட்டே இருக்க? என்னான்னு சொல்லு? എല്ലാരും വരുമ്പോ നീ എന്റെ കൂടെ കാണില്ലല്ലോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലേ പോവും. அப்படின்னா? അപ്പടിന്നാ നിന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോ നിന്ന സമയത്ത് നീ ആ അണ്ണന്മാരെ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുമ്പോ ആ അണ്ണന്മാരെ കൂടെ നീ പോവായിരുന്നു. ഞാൻ ബാക്കിൽ ഒറ്റയ്ക്ക് വന്നിട്ടാണ്. അതുപോലെ നീ ഇനി ഇവിടെ எப்ப വരും. நடந்தது இது? അതന്ന് നടന്നു. നിനക്കൊന്നും ഓർമ്മ കാണൂല. അപ്പൊ അതുപോലെ നീ ഇനി ഇവിടെ വരുമ്പോഴും നീ 2-3 മാസം കഴിഞ്ഞ് നീ ഇവിടെ വരുമ്പോഴും നിന്റെ കസിൻസ് ബ്രദേഴ്സ് ഒക്കെ കാണുമ്പോ നീ അവരെ കൂടെ പോവും. ഞാൻ ഒറ്റയ്ക്ക് വരും. இது எப்புட்ரி நீங்க இதுல எதுவும் ஸ்டோர் பண்ணி வச்சிருக்கீங்களா மைண்ட்ல? அவன் கூப்பிடுறான். கூப்பிடுறப்ப நம்ம இததான் பேசணும். அவன் ആണോ? கூப்பிடுறான். நம்ம இததான் பேசணும்னு. അല്ലേലും ഈ വക ஆ? കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉടനെ അതൊരു വുമൻസ് ஏன்டி ആയാൽ ഇങ്ങനെയാണ്. சரி இப்ப நடந்தது பிரச்சனை இல்ல. இது எப்ப நடந்தது? 1 വർഷത്തിന് മുമ്പ്. அதுக்கு முன்னாடி வருஷம் நடந்ததெல்லாம் ஞாபகம் இல்லையா? അതിന് മുമ്പ് നമ്മളെപ്പോ ഒരുമിച്ചത്? 1 വർഷത്തിന് മുമ്പല്ലേ കെട്ടിയേ? കെട്ടിയതിന് ശേഷം இல்ல നടക്കുന്ന அதுக்கு முன்னாடி സംഭവങ്ങളല്ലേ പറയാൻ அதுக்கு പറ്റൂ. முன்னாடி நீ பேசிக்கிட்டு இருந்தோம்ல அப்ப? அப்ப അ- எதுவும் இல்லையா? അപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇതുപോലെ വീഡിയോ കോളല്ലേ ചെയ്തിട്ടുണ്ടേ. അപ്പൊ തേനെ പാല് അമ്മോ നിന്നെ ഞാന് தேனே பாலேன்னா നിന്നെയാ? നീ വിളിച്ചിട്ടില്ല. ആ എല്ലാരും അവർ കെട്ടാൻ പോകുന്നവരെ അങ്ങനെ വിളിക്കും. നീ എന്താ പെണ്ണെ അങ്ങനെ വിളിക്കാത്തെ? அதுக்குன்னு இப்ப மறுபடியும் கல்யாணம் எப்படி பண்ண முடியும்? അപ്പൊ നീ நம்ம എന്നെ கல்யாணம் பண்ணிட்டோம். അപ്പൊ നീ എന്നെ ലവ് ചെയ്യുന്ന സമയത്ത് തേനെ പനന്ന് വിളിച്ചിട്ടില്ല അല്ലേ? നീ തന്നെ ஆமா, സമ്മതിക്കുന്നു. ஆமா. അതന്നെടാ നീ അങ്ങനെ തന്നെ. അല്ലേലും എല്ലാരും അങ്ങനെ തന്നെ. അവരെ ஏன்டி அது தெரிஞ்சு അവരൊക്കെ தானடி கல்யாணம் பண்ண? അവരെ കസിൻസ് ബ്രദേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും വിട്ടിട്ട് അവരെ കൂടെ ജോളി ആയിരിക്കും. നമ്മൾ ഒരു ലൂസ് പോലെ ബാക്കിൽ കൂടെ നടക്കും. இந்த இந்த கசின்ஸ் பிரதர்ஸ வச்சு எப்ப நடந்த முடி? அது எத்தனை வருஷத்துக்கு முன்னாடி? അത് നടന്നില്ല. പക്ഷെ അത് നടക്കാൻ ஏ പോകുന്ന കാര്യം ഫ്യൂച്ചറിൽ ஒரே നടക്കാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴും ஒரே ஒரு ഗസ് ചെയ്ത് நிமிஷம். പറയുന്നു. நீ பேசுறப்ப நீ இந்த மாரி பேசுறீல, அத நீயே கொஞ்சம் யோசிச்சு பாரேன். ஆப்போசிட் சைட்ல நீயே இருந்தா இந்த மாரி ஒரு கொஸ்டின் வந்தா எப்படி இருக்கும்ன்ட்டு. ഇത് ആദ്യം ഞാൻ പറയുന്ന கேளு. ഈ ഒരു കാര്യം ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ நான் ഇപ്പൊ சொல்றத கேளு. നടക്കുന്ന കാര്യമല്ല. நான் சொல்றத ഫ്യൂച്ചറിൽ கேளு. നടക്കാൻ இரு, പോകുന്ന இரு. കാര്യം പാസ്റ്റിൽ நான் നടന്നതിനെ சொல்றத கேளு. ആലോചിച്ച് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അപ്പോ ഞാൻ പാസ്റ്റ് சரி. നടന്ന ഒരു കാര്യം உன் കാൽക്കുലേറ്റ് ചെയ്തപ്പോ கால்குலேட்டட் ഫ്യൂച്ചറിൽ ரிஸ்க்லாம் ഇങ്ങനെ இருக்கட்டும். നടക്കാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. ஒரே ஒரு അപ്പോൾ நிமிஷம். അത് ഞാൻ പറയണ്ടേ இப்ப നിന്റെ അടുത്ത് നേരത്തെ? അപ്പൊ இப்ப പറഞ്ഞില്ലെങ്കിൽ நீ ആ பேசுறீல, സമയത്ത് ഞാൻ മുഖം തൂക്കി വെച്ച നീ ഓളം പറയും. നീ അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നു എന്റെ കൈനെ പിടിച്ചിട്ടേ പോകണമെന്ന് നിന്റെ കൂടെ നടക്കണമെന്ന് ഞാൻ നടക്കില്ലായിരുന്നു എന്ന് നീ അന്ന് ചോദിച്ചാലോ? അപ്പൊ അതിന് മുമ്പ് ഞാൻ പറയണ്ടേ നേരത്തെ? எனக்கெல்லாம் 1 வருஷத்துக்கு முன்னாடி என்ன நடந்துச்சுன்னே ஞாபகம் இல்லடி. ஐயய்யோ! നിനക്ക് ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞ കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ കാണില്ല. പിന്നെയാണ് ഇനി ഒരു വശത്ത് அது என்ன? ഇന്നലെ ഒന്നും നടന്നില്ല. നടന്നെങ്കിൽ ഇന്ന് ആ പ്രശ്നം കൊണ്ടുവരുമായിരുന്നു. എന്നാലും ഒപ്പു ப்ராப்ளம். അത് തന്നെ നടക്കാൻ പോണം. അങ്ങനെ നടന്നാ നീ എന്ത് ചെയ്യും? ஆனா ഇല്ല അങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് പ്രയോറിറ്റി കിട്ടൂല, ஏதாச்சும் അറ്റൻഷൻ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ നടന്നാ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞു. ஏதாச்சும் ப்ராப்ளம் இருந்து டிஸ்கஸ் பண்ணா ஓகே. சரி டிஸ்கஸ் பண்ணி தீர்த்துடலாம். ப்ராப்ளமே வரல. ஒரு நிமிஷம் டிஸ்கஸ் பண்றோம் பாரு.